പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ഈ ദേവാലയം സ്ഥാപിതമായിട്ട് 97 വർഷങ്ങൾ പൂർത്തിയായി. ഈ നാളുകളിൽ നമ്മുടെ പൂർവികർ വിശ്വാസത്തിൽ ജീവിച്ചു പൂർണ്ണമായ വിശ്വാസ ജീവിതത്തിലേക്ക് ഇനിയും നമ്മൾ മുന്നേറേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ഏകസത്യമായ വിശ്വാസത്തിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമുക്ക് വേണ്ടിയുള്ള അജപാലന കാര്യങ്ങൾ ചെയ്തു തരുവാൻ വൈദികരെ എന്നും തന്നിട്ടുണ്ട്. ദേവാലയം സ്ഥാപിച്ചത് മുതൽ ഇതുവരെ ഇനിയും ദൈവപരിപാലനയിൽ വൈദികരുടെ ശുശ്രൂഷ അജപാലന കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ദൈവം ആ ആവശ്യം നിറവേറ്റി തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏകസത്യദൈവത്തിൽ വിശ്വസിക്കുവാനും തൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ അറിയുവാനും അവിടുത്തെ സുവിശേഷം പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ അനുഗ്രഹിച്ച സർവശക്തനായ കാരുണ്യവാനായ സ്നേഹനിധിയായ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. കർത്താവിൻ്റെ കാരുണ്യവും കൃപയും നമ്മുടെ മേൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ബലിയർപ്പണത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ വെറും ദൈവാനുഗ്രഹങ്ങൾ മാത്രമല്ല, അവ രക്ഷാകര
ദൈവമായ കർത്താവ് ഇപ്രകാരം കാര്യം ചെയ്യുന്നു. സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമരഗിരിയിൽ സുരക്ഷിതരും ജനതകളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായാർത്ഥം സമീപിക്കുന്നവരുമായ നിങ്ങൾക്ക് വിരുദ്ധം. ദന്തനിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്നു ചെയ്യിക്കുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്കും ദുരിതം. വീണാനാഥനോട് അവർ വ്യർത്ഥഗീതങ്ങൾ ആരംഭിക്കുന്നു. ദാവീദിനെ പോലെ അവർ പുതിയ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു. ചക്ഷകങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്നവർ ജോസഫിന്റെ നാശം ഗണ്യമാക്കുന്നില്ല. അതിനാൽ അവരായിരിക്കും ആദ്യ പ്രവാസികളാവുക. നിങ്ങളുടെ വിരുന്നും മധുരോത്സവവും അവസാനിക്കുകയായി. കർത്താവിന്റെ വചനം.
തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം വരെ കൽപ്പന അനുസരിച്ചു കൊള്ളണം. അല്ലയോ ദൈവത്തിന്റെ മനുഷ്യ, നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നമിക്കുക. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുൻപാകെ നീ ഇത് ദൃഢമായി ഏറ്റു പറഞ്ഞിട്ടുള്ളതാണല്ലോ. എല്ലാത്തിനും ജീവൻ നൽകുന്ന ദൈവത്തിന്റെയും പന്തിയോസ് പിലാത്തോസിന്റെ മുൻപിൽ സത്യത്തിന് സാക്ഷി നൽകിയ യേശുക്രിസ്തുവിന്റെയും സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം. വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടത്തേക്കുള്ളതാണ്. ആമേൻ. കർത്താവിന്റെ വചനം. അക്കാലത്ത് ഈശോ ഫരിസേയരോട് അരുളി ചെയ്തു, ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവന് ചമന്ന പട്ടം മൃദുല വസ്ത്രങ്ങൾ ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതികൾ ലാസർ ഒരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതൻ അവൻ അബ്രഹാത്തിന്റെ മടിയിലേക്ക് സംബന്ധിച്ചു. ആ ധനികൻ മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രഹാത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ നോക്കി എന്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരെ പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ.
അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രഹാം അവരോട് പറഞ്ഞു, മോശെ പ്രവാചകന്മാർ പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താനും അവർക്ക് ബോധ്യമാവുകയില്ല. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിന്റെ പ്രിയ സഹോദരരെ, മോശയും പ്രവാചകന്മാരും ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചത് ദൈവ കൽപ്പനകളുടെ മാർഗം, രക്ഷാകര ജീവിതത്തിൻ്റെ മാർഗം, ഏക സത്യ ദൈവമായ യഹോവയിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും വിശ്വസിക്കണമെന്ന് മോശ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനയായി അവിടുത്തെ നാമം എന്നും സ്തുതിക്കപ്പെടണമെന്നും മഹത്വപ്പെടുത്തപ്പെടണമെന്നും മോശ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു. മോശ പഠിപ്പിച്ച എല്ലാ സത്യങ്ങളും നിയമങ്ങളും തത്വങ്ങളും ഇസ്രായേൽ ജനത്തെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുവാനും ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. പ്രവാചകന്മാർ വളരെ കൃത്യമായ രീതിയിൽ ശക്തമായ ഭാഷയിൽ മോശ പഠിപ്പിച്ച നിയമങ്ങളും തത്വങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിച്ചിരുന്നു. കഠിനഹൃദയരായ ഇസ്രായേൽ മക്കളിൽ പ്രവാചകന്മാർ പറഞ്ഞതും പ്രസംഗിച്ചതും പഠിപ്പിച്ചതും ഗൗരവമായി പരിഗണിച്ചില്ല. അതനുസരിച്ച് തങ്ങളുടെ ജീവിത രീതികൾ പുനഃക്രമീകരിക്കുവാനും അവർ ആരും ആഗ്രഹിച്ചില്ല, പരിശ്രമിച്ചുമില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സുവിശേഷം യേശു നമ്മോട് അറിയിക്കുന്നത്. ഒരിക്കൽ ഒരിടത്ത് വളരെ ധനികനായ ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും ആഡംബരപൂർണമായ ജീവിതം നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നു. തൻ്റെ കൊട്ടാരതുല്യമായ വീടിനടുത്ത് ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവന് ഭക്ഷണമില്ലായിരുന്നു, ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ഈ ധനികനും ഭാര്യയ്ക്കും മക്കൾക്കും ഇത് കൃത്യമായി അറിയാമായിരുന്നു. അവർ ആ ദരിദ്രനെ നേരിട്ട് എല്ലാ ദിവസവും കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ ശരീരം മുഴുവൻ വ്രണമായിരുന്നു. അതിൻ്റെ വേദന വളരെ വലുതായിരുന്നുവെന്നും യേശു പറയുന്നു. ആ വേദന അകറ്റാൻ, ആ മനുഷ്യൻ്റെ ദുഃഖം അകറ്റാൻ ഈ ധനികനോ ഭാര്യയോ മക്കളോ ആരും മനസ്സ് കാണിച്ചില്ല. അവനങ്ങനെ വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായി, രോഗിയായി തീരുകയും അവസാനം മരിക്കുകയും ചെയ്തു. സുവിശേഷത്തിൽ യേശു പറഞ്ഞിരിക്കുന്നത്
മാലാഖമാർ വന്ന് അവനെ അബ്രഹാമിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി അബ്രഹാമിൻ്റെ മടിയിൽ ഇരുത്തി എന്ന്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് പൂർണ്ണ സൗഭാഗ്യം ലഭിച്ചു മരണശേഷം എന്ന്. അപ്പോൾ യേശു ഉദ്ദേശിച്ചത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമായി ജീവിച്ചാൽ പോരാ. കുടുംബനാഥന്മാരും കുടുംബനാഥന്മാരും തങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും മാത്രം ജീവിച്ചാൽ പോരാ. നമ്മുടെ സാഹചര്യത്തിൽ നമ്മളൊക്കെ സാധാരണക്കാരും പാവപ്പെട്ടവരും തന്നെ. എങ്കിലും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുവാൻ നമുക്ക് വകയുണ്ട്. ആവശ്യത്തിന് വസ്ത്രം ധരിക്കുവാൻ നമുക്ക് വകയുണ്ട്. സമൂഹത്തിൽ മാന്യമായ രീതിയിൽ നടക്കുവാൻ ജീവിക്കുവാൻ നമുക്ക് സാഹചര്യമുണ്ട്. ഇതൊക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും. ആരെങ്കിലുമൊക്കെ ഇത്രയൊക്കെ ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ഈ ദേവാലയത്തിലിരിക്കുന്ന നിങ്ങൾക്ക് കടമയുണ്ട്. അത് ദൈവസന്നിധിയെ കൃത്യമായി പരിഗണിക്കുന്നതുമാണ്. അവസാനം ഈ ധനികൻ മരിച്ച് അവൻ നരകത്തിൽ തള്ളപ്പെട്ടു എന്നാണ് പരമ്പരാഗതമായി വിശദീകരിക്കപ്പെടുന്നത്. നരകത്തിലെ യാതനകളിൽ സഹനങ്ങളിൽ അവൻ ഏറെ നിരാശനായി. അപ്പോഴാണ് അവൻ മുകളിലേക്ക് നോക്കിയതും അബ്രഹാമിനെയും അദ്ദേഹത്തിൻ്റെ വഴിയിൽ ലാസറിനെയും കണ്ടത്. അദ്ദേഹം അബ്രഹാമിനോട് പറഞ്ഞതും സംസാരിച്ചതും നമ്മൾ കേട്ടതാണ്. ഞാനിവിടെ പീഡനങ്ങളെ സഹിക്കുന്നു, വെറുതെ വെള്ളം തരുവാൻ ലാസറിനെ എൻ്റെ അടുക്കലേക്ക് നയിക്കണമേ എന്ന് അദ്ദേഹം അബ്രഹാമിനോട് അപേക്ഷിക്കുന്നു. അബ്രഹാം പറഞ്ഞു, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ വലിയൊരു ഗർത്തമുണ്ട്, വലിയൊരു മതിൽ ഉണ്ട്. ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ട് വരാൻ സാധ്യമല്ല, അവിടെ നിന്ന് ആർക്കും ഇങ്ങോട്ട് വരാനും സാധ്യമല്ല. അത് ആ ധനികന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ ഇനിയും 5 സഹോദരന്മാർ എനിക്കുണ്ട്. അവരോട് ഈ കാര്യങ്ങൾ ഇവിടെ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ അവരോട് പറയുവാൻ ലാസറിനെ നയിക്കണമേ എന്ന്. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവരെ അവർ കേൾക്കട്ടെ, അവർ പഠിപ്പിക്കുന്നതനുസരിച്ച് അവർ ജീവിക്കട്ടെ. എങ്കിൽ അവർക്ക് ഈ സഹന കഷ്ടപ്പാട് നിറഞ്ഞ സ്ഥലത്ത് വരാതെ രക്ഷപ്പെടാം എന്ന്. ധനികൻ പറഞ്ഞു, അവരുടെ പഠനങ്ങളും പ്രവാചകന്മാരുടെ പഠനങ്ങളും വചനങ്ങളും അവർക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് മരിച്ചവരിൽ നിന്ന് ഒരാൾ ലാസർ തന്നെ അവിടെ പോയി സാക്ഷ്യം നൽകിയാൽ അവർ മാനസാന്തരപ്പെടും എന്ന്. അബ്രഹാം പറഞ്ഞു, മോശയെയും പ്രവാചകന്മാരെയും വിശ്വസിക്കാത്ത അംഗീകരിക്കാത്ത ആ മനുഷ്യർക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരാൾ അവിടെ പോയാലും അവർ മാനസാന്തരപ്പെടുകയില്ല. അബ്രഹാം പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെന്ന്, അതിലൂടെ രക്ഷ
സുവിശേഷത്തിലും ആ ലേഖനങ്ങളിലും നാം എങ്ങനെ ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, നാം എങ്ങനെ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം സഹായിക്കണം എന്നൊക്കെയുള്ള തത്വങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ അധ്യായം സുവിശേഷം വായിക്കണം. സുവിശേഷത്തിലെ ഓരോ അധ്യായം ഓരോ ദിവസവും നമ്മൾ വായിക്കണം. മിനിമം അതിലധികം വായിക്കാൻ സാധിക്കുന്നവർ അത് ചെയ്യണം. അതിലധികം വായിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം. സുവിശേഷത്തിൽ ആകെ 89 അധ്യായങ്ങളുണ്ട്. ഒരു ദിവസം ഒരു അധ്യായം വെച്ച് വായിക്കുമ്പോൾ 89 ദിവസങ്ങൾ പൂർത്തിയാകും. ഒരു റൗണ്ട് സുവിശേഷ വായന പൂർത്തിയാകും. 90-ാം ദിവസം വീണ്ടും സുവിശേഷത്തിലെ ആ ആദ്യ അധ്യായങ്ങളെ വായിച്ച് പഠിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം ദൈവാനുഗ്രഹപൂർണ്ണമാക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നവരും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും ആണ്. ഞായറാഴ്ചകളിൽ നിങ്ങൾ ഏകദേശം എല്ലാവരും ഈ ദേവാലയത്തിൽ പറ്റുന്നവരാണ്. നിങ്ങളോട് ഇടവക വികാരി സുവിശേഷ വ്യാഖ്യാനം പ്രഘോഷിക്കും. സുവിശേഷം വായിച്ചിട്ട് അതിൻ്റെ വ്യാഖ്യാനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. മനസ്സിലാക്കിയാൽ പോരാ, അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ചുകൊണ്ടിരിക്കണം ഓരോ ആഴ്ചയും. അപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടും. നമുക്ക് പരസ്പരമുള്ള സ്നേഹം വലുതാകും. നമുക്ക് സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിക്കുവാൻ സാധിക്കും. അങ്ങനെ സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പാവപ്പെട്ടവരോട് സ്നേഹവും അനുകമ്പയും കാണിക്കുവാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളല്ലാത്ത ഹിന്ദുക്കളും ഇസ്ലാം സഹോദരങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം തന്നെയാണ് അവരെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും. അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ് അവരുടേതായ രീതികളിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ലഭിച്ച വെളിപാടുകൾ അനുസരിച്ച്, നമുക്ക് ലഭിച്ച സുവിശേഷം അനുസരിച്ച്, നമുക്ക് ലഭിച്ച പ്രവാചക പ്രഘോഷണങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നു. നമുക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ അപ്പന്മാരും അമ്മമാരും അങ്ങനെ ജീവിച്ചവരാണ്. ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന മുതിർന്നവരായ മാതാപിതാക്കൾ, അടുത്ത തലമുറ, ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ മക്കളായ യുവാക്കളാണ്. യുവാക്കളായ നിങ്ങളും ഈ രീതിയിൽ മുന്നോട്ട് പോകണം. യുവാക്കളായ നിങ്ങളുടെ ഇതര സഹോദരങ്ങളായ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ, സഹോദരങ്ങളെ നിങ്ങൾ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കണം. മാതാപിതാക്കന്മാർ മക്കളെ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിച്ചു. ഈ മക്കൾ അടുത്ത തലമുറയിലെ കൊച്ചുമക്കളെ, കൊച്ചു സഹോദരങ്ങളെ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ക്രിസ്തീയ പാരമ്പര്യം ഉണ്ടാകും. 100 വർഷം എന്ന് പറയുന്നത് 3 തലമുറകൾ എന്നാണ് സാധാരണ കണക്ക്.
ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരരെ, ദൈവത്തെ ആരാധിക്കാനും പ്രഖ്യാപന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ദൈവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നമ്മുടെ സമർത്ഥമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്ന് ഇപ്പോൾ നമുക്ക് ഭക്തിയോടും വ്യത്യാസത്തോടെ പ്രാർത്ഥിക്കാം. തിരുസഭയെ പരിപാലിക്കുന്ന ദൈവമേ, അപകടം നിറഞ്ഞ ഈ ലോകയാത്രയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തിരുസഭയെ കാത്തു സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ. തിരുസഭയെ ആഗോള മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയെയും വിശിഷ്യ ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ വിൻസെന്റ് സാമുവൽ പിതാവിനെയും സഹമെത്രാൻ സെൽവരാജൻ പിതാവിനെയും ഇടവക വികാരി വിനിമറി സച്ചനെയും സിസ്റ്റർ വിനിത വിൻസെന്റിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിന്റെ പ്രേരണയാൽ സുവിശേഷ ചൈതന്യത്താൽ നിറഞ്ഞ് ലോകത്തിന്റെ പ്രകാശവും പ്രതീക്ഷയുമായ ക്രിസ്തുവിനെ ജീവിതം വഴി പ്രഘോഷിക്കുന്നതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രാഷ്ട്രങ്ങളെയും ഭരണാധികാരികളെയും അങ്ങേറ്റിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹമെന്ന ആയുധം ഹൃദയത്തിൽ സംഭവിച്ചുകൊണ്ട് ഭരണം കാഴ്ചവെക്കുവാനും മാനവികരുടെ വിശ്വാസ സന്ദേശം പേരെക്കൊണ്ട് തങ്ങളുടെ ജനത്തിന്റെ ഹൃദയങ്ങളെ കീഴടക്കുവാനും അവരെ പൊതുജനതയ്ക്ക് വേണ്ടി നേടിയെടുക്കുവാനും എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും സജ്ജമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പ്രാപിച്ചവരായി ഞങ്ങൾ ഓരോരുത്തരും അപ്പോസ്തലന്മാരെ പോലെ യഥാർത്ഥ ക്രിസ്തു യോദ്ധാക്കളായി ലോകത്തിന്മകളോടും ദുരാഗ്രഹങ്ങളോടും ധീരമായി പൊരുതി ജീവിച്ചുകൊണ്ട് സഭാ സമൂഹത്തിന്റെ വിശ്വാസവും ഐക്യവും അഭംഗുരം കാത്തു സൂക്ഷിക്കുന്നവരായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളെയും അങ്ങനെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ബന്ധങ്ങൾ ദീർഘപ്പെടുത്തുവാൻ എല്ലാ കുട്ടികളെയും യുവജനങ്ങളെയും ദമ്പതികളെയും അനുഗ്രഹിക്കണമേ. ആത്മാവിൻ്റെ സ്ഥിതി അറിഞ്ഞ് മക്കളുടെ വിശുദ്ധ ജനത്തിൽ സഹകരിച്ച് മാതാപിതാക്കളെയും പ്രേക്ഷിതത്വപരമായ കുടുംബാന്തരീക്ഷത്തിലൂടെ എല്ലാ നല്ല ആന്തരിക മനുഷ്യ രൂപീകരണത്തിൽ പങ്കുചേർന്ന് എല്ലാ കുട്ടികളെയും യുവജനങ്ങളെയും യോഗ്യമാക്കണമേ. മാതാപിതാക്കളുടെ വിശ്വസ്ത ജീവിതം അങ്ങയുടെ പ്രധാന ഗ്രന്ഥമാക്കി മാറ്റിയ കുടുംബങ്ങളെ രൂപപ്പെടുത്തണമെന്ന് അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ രോഗം, ശാരീരിക മാനസിക ക്ലേശങ്ങൾ, തൊഴിൽ രാഹിത്യം, പഠന പിന്നോക്കാവസ്ഥ, ഒറ്റപ്പെടൽ തുടങ്ങിയ അവസ്ഥകളിലും ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വിഷമതകൾ തരണം ചെയ്യുവാൻ ഇവരുടെ ഹൃദയങ്ങളിൽ കരുണയുടെ പുഷ്പങ്ങൾ വർഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Father Arnold OCD, Father Adayodatus OCD, Father Kashmir Gonzaga, Father T. James, Father S. Thomas, Monsignor A. George, Father Michael, Father Francis Nilangavi, Father R. Paul, Father Jacob Katana, S.J. Father D. Anthony, Father Francis Xavier, Father Joseph Maria എന്നിവരെയും മറ്റ് ശുശ്രൂഷകരെയും ഈ പരിപീഠത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി വിട പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമൂഹത്തിൽ നിന്നും പരേതരായ സകലരെയും ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. അവരുടെ ആത്മാക്കളെ സകല പാപങ്ങളിൽ നിന്ന് സംക്ഷിപ്തരായി കരുണാപൂർവ്വം ഇവരെ സ്വർഗീയ പൂന്തോട്ടത്തിൽ വസിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ മറ്റു നിർമ്മലമായ പ്രാർത്ഥനകൾ കനിയോടെ ശ്രമിക്കണം. എന്നാൽ കാരുണ്യത്തിൻ്റെ നാഥം അങ്ങാകുന്നു. ഞങ്ങൾ വിശ്വാസപൂർവ്വം വാദിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾ സംപ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ പരസ്പര സ്നേഹത്തിൽ ഞങ്ങളെ വളരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. അങ്ങനെ ക്രിസ്ത്യ ജീവിതം, ക്രിസ്ത്യ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനും അങ്ങേ അനുഗ്രഹങ്ങൾക്ക് അർഹരാകുവാനും ഞങ്ങളെ എന്നും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. Oh
Kami
യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും കാലങ്ങളെയും വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ അത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മരണീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് പുറത്ത് പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതന
അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയെ തീർക്കുമാറാകട്ടെ. അങ്ങനെ തിരഞ്ഞെടുത്ത അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്ട ദീപമാവേറ്റും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ ഔസേപിതാവിനോടും അനുഗ്രഹീതരെ അപ്പോസ്തലന്മാരോടും മഹിമേറെ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെ ഈ ബലി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ അധ്യക്ഷനായ പിതാവിനോടും ഞങ്ങളുടെ സഹായകനായ സർവ്വരാജ പിതാവിനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികത്തോടും അത് നേടിയെടുത്ത സകലത്തിനോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും അർപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായി കൃപയുടെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതികരണ സഹോദരന്മാരെയും സഹോദരിമാരെയും Yeah.
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ പേരിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. Thank you.
ഉത്ഥാനത്തിൻ്റെയും ജീവിതത്തിലും ആഘോഷിക്കുമ്പോൾ അവിടുത്തെ വിലാസത്തിൽ ഞങ്ങളും പങ്കുചേരുവാനും അങ്ങനെ പുനരുത്ഥാനത്തിന് അർഹരാകുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രിയ സഹോദരനെ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്ത് ജീവിക്കേണ്ടവരാണ്. അതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സംരക്ഷിച്ചും ജീവിക്കേണ്ടവരാണ്. നമ്മുടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമാകും. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ പിതാവായ ദൈവം നിങ്ങളെ കൈകളുമായി സംരക്ഷിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ സ്വജീവൻ അർപ്പിച്ച കർത്താവായ യേശുക്രിസ്തു തൻ്റെ കൃപയും സ്നേഹവും നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നമ്മെ ശുദ്ധീകരിക്കുവാനും നമുക്ക് പുനർജീവൻ നൽകുവാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സമാധാനവും പൂർണ്ണനന്മകളും നൽകുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവ്